കൂടുതൽ വിവരങ്ങൾ നൽകാൻ സംഭവസ്ഥലത്ത് നിന്ന് ഗോപാൽ ശിലാസനൽപേട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഹരി മോഹൻ എന്നിവർ ചേരുന്നുണ്ട്. ഹരിയിലേക്കാണ്. ഹരി, 8 മണിക്കൂർ പിന്നിടുകയാണ് ഈ 2.5 വയസ്സുകാരിയെ കാണാതായിട്ട്. എന്തെങ്കിലും ഒരു തുമ്പ്, എന്തെങ്കിലും ഒരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രക്ഷിതാക്കളിൽ നിന്ന് നേരത്തെ ആന്റണി രാജു പറഞ്ഞതുപോലെ, MLA ആന്റണി രാജു പറഞ്ഞതുപോലെ രക്ഷിതാക്കളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കുഴയ്ക്കുന്ന ഒരു കാര്യം. ആകെ ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഈ സഹോദരന്റെ, അതായത് 6-7 വയസ്സുള്ള സഹോദരന്റെ മൊഴി മാത്രമാണ് പോലീസിനെ സഹായിക്കാൻ വേണ്ടി നിലവിലുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു മഞ്ഞ സ്കൂട്ടറിലെത്തിയ ആളുകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളൊരു വിവരമാണ് നിലവിൽ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ മഞ്ഞ സ്കൂട്ടറൊന്നും നിലവിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മൊഴി. അതുകൊണ്ട് തന്നെ ആ സ്കൂട്ടർ ഏത് ഭാഗത്തേക്ക് പോയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം, ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം അന്വേഷണത്തെ കുഴക്കുന്ന ഒരു കാര്യം. ആകെ കണ്ടിട്ടുള്ളത്, ഈ സംഭവം കണ്ടിട്ടുള്ളത് 7 വയസ്സുള്ള ആ സഹോദരൻ മാത്രമാണ്. രക്ഷിതാക്കൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സമയത്തിന് 1-1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്നത്. അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ ഈ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ ഏറെ സമയമെടുത്തു. അതുകൊണ്ടാണ് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയം പോലീസിന് വളരെ കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ കാരണമായി അവർ പറയുന്നത്. കാരണം 1.5 മണിക്കൂറോളം സമയമെടുത്തു പരാതി നൽകാനായിട്ട്. ആ പരാതി ലഭിച്ച ശേഷം ഇത്തരത്തിൽ CCTV വിഷ്വൽസ് തൊട്ടടുത്തുള്ള ക്യാമറാസിനെ നമ്മൾ CCTV വിഷ്വൽസിനെ ഒരു ടീം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 മണിക്കൂർ ഫുട്ടേജ് ഉണ്ട്. ഇത് നോക്കാൻ സമയമെടുക്കും. രണ്ടാമത്തത്, ഇവിടെ താമസിക്കുന്ന ഈ ഫാമിലീസ് ഒരുപാട് 3-4 പായ ഉണ്ടായിരുന്നു ഇവിടെ. ആ ഫാമിലീസിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വിൽ ഓൾസോ ടേക്ക് സം ടൈം. അല്ലാതെ ഇവിടുത്തെ കുറച്ച് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവരായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സ്ഥിരം ഇവർ എല്ലാ വർഷം 1 മാസം 2 മാസം അങ്ങനെ വന്നിട്ട് പോകുന്ന ടൈപ്പ് ആൾക്കാരാണ്. മുമ്പും വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഈ തേനെ സമയത്ത്, ഈ ഫ്ലവറിംഗ് ആൻഡ് ഹണി ടൈമിൽ ഇവർ വരാറുണ്ട്. ബിഹാരീസ് ആണ്. ലാസ്റ്റ് അഡ്രസ് ഈസ് ഹൈദരാബാദ് കാണിക്കുകയാണ്. 2 വയസ്സ് കുട്ടിയാൻ പറയുന്നു. ഇനി നമ്മുടെ സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ്. CCTV വിഷ്വൽ സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ്. അവരുടെ ചോദ്യം ചെയ്യുന്ന ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട്. സോ വിൽ സൂൺ ഫൈൻഡ് സംതിങ്. ദാറ്റ് ഈസ് ഓൺലി വൺ ഐറ്റം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്നും ഇപ്പോൾ പറയാനൊന്നും ആയിട്ടില്ല. വിൽ ഫൈൻഡ് സംതിങ്. വി ഷുഡ് ഫൈൻഡ് ദ ചൈൽഡ് ഫസ്റ്റ്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആദ്യം അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് ദ ചൈൽഡ് ഫസ്റ്റ് വേർ എവർ ഷീ ഈസ്. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ഓൾ ദ ബാക്ക്ഗ്രൗണ്ട്. ഈ പറയുന്ന സമയം 12-1 മണിയാണ് FIR പറയുന്നത്. അവർ നൽകുന്ന പ്രാഥമിക വിവരം അതെ, ആക്യുറേറ്റ് ആവണമെന്നില്ല. ഒന്നുമില്ല. അവർ എണീറ്റ് നോക്കുന്ന സമയമാണത് ശരിക്കും. സോ വി ആർ നോട്ട് ഷുവർ. ആൻഡ് ദേർ ആർ 2-3 വെർഷൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ദേ വർ ഓൾ സ്ലീപ്പിംഗ്. സോ വി ഹാവ് ടു ഫൈൻഡ് മോർ വിഷ്വൽസ് ആൻഡ് അതർ സച്ച് എവിഡൻസ്. കൂടുതൽ ദൂരേക്ക് പോയിട്ടുണ്ടാവുന്ന അതുകൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ കൂടെ അലേർട്ട് ആവേണ്ടി വരും. എല്ലാ ഓപ്ഷൻസ് ആർ ഓപ്പൺ നൗ. സോ വി ആർ സെർച്ചിങ് എവറിവെയർ. അത് പറയാറായിട്ടില്ല മാഡം. ഇതാ പറയാം. കനോട്ട് സേ ഇറ്റ് ഈസ് പ്ലാൻ, കനോട്ട് സേ ഇറ്റ് ഈസ് റാൻഡം. കുഡ് ബി എനിത്തിങ്. വി ആർ സെർച്ചിങ്. വി നീഡ് സം മോർ ടൈം. ഇവിടെ അല്ലാതെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട നടപടികളായിട്ടുള്ള മറ്റുള്ളവർ ഈ പരിസരത്തുണ്ടായിരുന്നു. അതുവരെയൊക്കെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 പായ ഇവിടെ വിരിച്ച് അവർ താമസിക്കുന്നുണ്ടായിരുന്നു. സോ വി വിൽ എക്സാമിൻ ഓൾ ഓഫ് ദം. ഈച്ച് വൺ ഓഫ് ദം വി ഹാവ് ടു എക്സാമിൻ ഇൻ ഡീറ്റെയിൽ. ആരൊക്കെ എവിടെയാണ്. ബ്രഹ്മോസിന്റെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദിച്ചു. ഉണ്ട്, അദ്ദേഹത്തിന് കൂടെ നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ബിക്കോസ് ദാറ്റ് ഈസ് ദ ടൈം വെയർ എവറിബഡി ഈസ് വെരി സ്ലീപ്പി. വി കനോട്ട് കംപ്ലീറ്റ് റിലൈ ഓൺ വൺ പേഴ്സൺസ് വെർഷൻ. അതാണ്. ഈ ലോറിയിൽ വന്ന ആൾക്കാർ എവിടെ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ കൂടെ നമ്മളിപ്പോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾസോ റെഗുലർലി കമ്മിങ്. ഇവിടെ ആട്ടുകാൽ പൊങ്കാലയുടെ പരിപാടിയൊക്കെ നടക്കുകയാണ്. നോർമൽ ക്രൗഡ് മൂവ്മെന്റ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് ഇടയിൽ ഇതിന് സംഭവിക്കുന്നത് വി ആർ എക്സാമിനിങ് ഹൗ ആൻഡ് വൈ ആൻഡ് ഹൂ. ഓക്കെ, താങ്ക് യു. സിറ്റി കമ്മീഷണർ ശേഷ് നാഗരാജുവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.